തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് UDF-ൽ ഭിന്നത. സീറ്റ് നിഷേധിക്കപ്പെട്ട കേരള കോൺഗ്രസ് 18 ഡിവിഷനുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാർ ഉൾപ്പെടെയുള്ള ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF ഘടകകക്ഷികളുമായി നടന്ന സീറ്റ് ചർച്ചയിൽ RSPക്ക് 5ഉം CMPക്ക് 3ഉം വീതം സീറ്റുകൾ നൽകാനായിരുന്നു ധാരണ. എന്നാൽ കേരള കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നൽകിയില്ല. മാത്രമല്ല 2020-ൽ മത്സരിച്ച പൂന്തുറയും കോൺഗ്രസ് തിരിച്ചെടുത്തു. ഇതോടെയാണ് കേരള കോൺഗ്രസ് ഇടഞ്ഞത്. പിന്നാലെ 32 വാർഡുകളിൽ തനിച്ചു മത്സരിക്കാൻ തീരുമാനം. ആദ്യഘട്ടത്തിൽ 18 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമിട്ടു. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിലടക്കമാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇവിടെ സാമുദായിക സംഘടനകളുടെ പിന്തുണയുള്ള ജോസഫ് അലക്സാണ്ടറാണ് സ്ഥാനാർത്ഥി. പൂന്തുറ, വിഴിഞ്ഞം, പോർട്ട്, സൈനിക സ്കൂൾ ഡിവിഷനുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്നാണ് കേരള കോൺഗ്രസിന്റെ അവകാശവാദം. തീരദേശം ഉൾപ്പെടെ തിരുവനന്തപുരം നഗരസഭയിലെ പല വാർഡുകളിലും ഒറ്റയ്ക്ക് മത്സരിച്ച് സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ നിർണായക ശക്തിയാകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇതിനിടെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റെങ്കിലും ലഭിച്ചില്ലെങ്കിൽ മത്സര രംഗത്ത് നിന്ന് പിന്മാറില്ലെന്ന കടുത്ത നിലപാടിലാണ് ജോസഫ് വിഭാഗം. മീഡിയ 1 തിരുവനന്തപുരം.